ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സിലെ 9ാമത്തെ പാഠഭാഗമായിട്ടുള്ള ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് 6 മാത്സിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ മാത്സിൻ്റെ പാഠഭാഗങ്ങളും കിട്ടും. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും എല്ലാം അതിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് പാഠഭാഗത്ത് പഠിക്കാനുള്ളതെന്നും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. വെൻ ലൈൻസ് മീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? യു ഹാവ് ലേൺഡ് ഹൗ ടു ഡ്രോ ആംഗിൾസ് ആൻഡ് മെഷർ ദം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എങ്ങനെയാണ് ആംഗിൾസ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അല്ലേ. If we draw a line and draw another line from one of its ends, we get an angle. ഇപ്പോൾ ഇവിടെ ഇത് നോക്കൂ, ഇതൊരു ലൈനാണ് അല്ലേ, ഇതൊരു ലൈനാണ്. ഇവിടെ നമുക്കൊരു ആംഗിളും ഇല്ല. പക്ഷേ ഇത് മറ്റൊരു ലൈന് നമ്മളിതിൻ്റെ എവിടെ വരച്ചാലും നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു ആംഗിൾ കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത് ഇവിടെ വരച്ചിട്ടുള്ളതാണല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ആംഗിൾ എന്ന് പറയും. ഇനി ഇത് നമ്മൾ ഇവിടെയും കൂടെ വരക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയും കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെയും എന്തായി? അടുത്തൊരു ആംഗിൾ കിട്ടും. അപ്പോൾ 2 ആംഗിൾ കിട്ടും. ഇനി ഇതിങ്ങനെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ഇവിടെയും കിട്ടും. ഇത് നമുക്കറിയാം ഇതെന്താണ്? ഒരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ട്രയാങ്കിളിൽ എത്ര ആംഗിൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3 ആംഗിൾസ് ട്രയാങ്കിളിൽ ഉണ്ടായിരിക്കും. ഇനി അടുത്ത താഴെ പറയുന്നത്, ഇഫ് ദ സെക്കൻഡ് ലൈൻ ഈസ് ദ ഡ്രോ സ്ട്രൈറ്റ് അപ്പ് വി ഗെറ്റ് റൈറ്റ് ആംഗിൾ. ഇനി നമ്മൾ ഇപ്പോൾ ഒരു ലൈന് വരച്ചു, ഈ ലൈന് വരച്ചു, ഇതിനെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് വരക്കുന്നത് എങ്കിൽ ഇവിടെ കിട്ടുന്ന ആംഗിൾ ഇങ്ങനെയുള്ളതായിരിക്കും അല്ലേ. ഈ ആംഗിളിനെ നമ്മൾ എന്ത് പറയും? റൈറ്റ് ആംഗിൾ എന്ന് പറയും. ഈ ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ എന്ന് പറയാനുള്ള കാരണം ഈ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രിയിൽ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഇഫ് ഇറ്റ് ഈസ് സ്ലാൻഡഡ് ടുവേർഡ്സ് വൺ സൈഡ് ആൻഡ് ആംഗിൾ സ്മോളർ ദാൻ ദ റൈറ്റ് ആംഗിൾ, then if it is slanted towards the other side and angle larger than a right angle. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു, ഈ സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇത് നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ഇങ്ങനെ നേരെ പോകുന്നതാണല്ലോ, അതിനേക്കാൾ ചെറുതായിട്ടാണ് വരച്ചത് എങ്കിൽ, ഇവിടെയാണ് വരച്ചത് എങ്കിൽ എന്തായിരിക്കും? റൈറ്റ് ആംഗിളിനേക്കാൾ ചെറുതായിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത്, അഥവാ 90 ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, ചെറുതായിരിക്കും, സ്മോളർ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ വരക്കുന്നത് ഇങ്ങനെയാണ്, റൈറ്റ് ആംഗിൾ ഇങ്ങനെയല്ലേ, നേരെയല്ലേ വരിക. അപ്പോൾ ഇതിനേക്കാൾ വലുതാണ് വരക്കുന്നത് എങ്കിൽ ഇവിടെ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? എബവ് 90 ഡിഗ്രി ആയിരിക്കും, എബവ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ആൻഡ് ഇഫ് യു മെഷർ ദ റൈറ്റ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. നമ്മളിത് മെഷർ ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് റൈറ്റ് ആംഗിൾ എന്നുള്ളതും അത് എത്ര ഡിഗ്രിയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. സോ ഇവിടെ എത്രയായിരിക്കും? ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത് ഇങ്ങനെയുള്ള ആംഗിൾ ആണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതെന്താണ്? അതിനേക്കാൾ ചെറിയ ആംഗിൾ ആണ് അല്ലേ. അപ്പോൾ 90 ഡിഗ്രിയേക്കാൾ ചെറുതാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി 60 ഡിഗ്രി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താണ്? നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടല്ല വരച്ചിട്ടുള്ളത്, സ്ട്രെയിറ്റിനേക്കാൾ കൂടുതലായിട്ടാണ് വരച്ചിട്ടുള്ളത്. സോ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ 110 ആണ് അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് റൈറ്റ് ആംഗിൾ ആണോ, റൈറ്റ് ആംഗിളിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് എങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് മെഷർ ചെയ്യാതെ മനസ്സിലാക്കാൻ കഴിയണം. ഇനി നെക്സ്റ്റ് പേജ്. Now let's draw a line and then draw another line not from the ends but from the other point on it. Can be straight up and can be slanted. എന്താ പറയുന്നത്? നമ്മളൊരു ലൈന് വരച്ചു. നമ്മൾ നേരത്തെ ഇതുവരെ വരച്ചത് എന്താണ്? അതിൻ്റെ എൻഡിൽ നിന്ന്, ഇവിടെ നിന്നാണ് വരച്ചത് അല്ലേ. പക്ഷേ ഇവിടെ വരച്ചിട്ടുള്ളത് എൻഡിലല്ല, ഒരു മിഡും അല്ല അല്ലേ, ഒരു പാട്ടായിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വരക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും ഒരു ആംഗിൾ കിട്ടും, ഇവിടെയും ഒരു ആംഗിൾ കിട്ടും. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഈ ആംഗിൾ രണ്ടും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സ്ട്രെയിറ്റ് ആയതുകൊണ്ട്. ഇനി നോക്കൂ, ഇതെന്താണ്? ഇത് സ്ട്രെയിറ്റ് അല്ല, സ്ട്രെയിറ്റിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കും. ഇനി ഇതെന്താണ്?
ഇവിടെ വരയ്ക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് സ്ട്രെയിറ്റിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇതെന്തായിരിക്കും 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണല്ലേ, അഥവാ 90 + 90 എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ ആംഗിൾ മൊത്തം എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു 70 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് എത്രയായിരിക്കും? എന്ത് ചെയ്താൽ മതി? ഈ 180യിൽ നിന്നും 70 നമ്മൾ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആംഗിളിന് ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റും. എത്രയായിരിക്കും? 110 ആയിരിക്കും. അപ്പോൾ അതേപോലെ നമുക്ക് ഇങ്ങനെയുള്ള ആംഗിൾസ് കിട്ടുമ്പോൾ ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി 180 ആണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. പറയുന്നുണ്ട് താഴെ, നമ്മൾ ജസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക്. However we draw, we get two angles, one either side of the സെക്കൻഡ് ലൈൻ അല്ലേ. നമ്മളിങ്ങനെ വരക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് രണ്ട് ആംഗിൾസ് അവിടെ കിട്ടുന്നുണ്ട്. സോ ഇഫ് ദ ലൈൻസ് ഈ സ്ട്രൈറ്റ് അപ്പ് റൈറ്റ് ആംഗിൾ ഓൺ ബോത്ത് സൈഡ് അല്ലേ, രണ്ട് സ്ട്രൈറ്റ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇത് രണ്ടും റൈറ്റ് ആംഗിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇഫ് ഇറ്റ് ഈസ് സ്ലാൻഡേർഡ് ലെസ് ദാൻ എ റൈറ്റ് ആംഗിൾ വൺ സൈഡ് ആൻഡ് മോർ ദാൻ റൈറ്റ് ആംഗിൾ ഓൺ ദ അതർ സൈഡ് അഥവാ ഓൺ ദ അതർ. അപ്പോൾ ഇത് ചെറുതാണ്, അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് നമ്മൾ റൈറ്റ് ഹാൻഡിനേക്കാൾ ചെറുതായിരിക്കും, ഇത് റൈറ്റ് ആംഗിളിനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് വലുതാണെങ്കിൽ ഒരു സൈഡ് എപ്പോഴും ചെറുതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. For a slanted line, if there any relation between the two angles on other side, ഇവിടെ രണ്ട് ആംഗിൾസും തമ്മിൽ എന്തെങ്കിലും ഈ സ്ലാൻഡ് ആയിട്ട് പോയിട്ടുള്ള അവിടെ രണ്ട് ആംഗിൾസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ബന്ധമുണ്ടെന്നല്ലേ, എന്താണ്? ഒരു ആംഗിൾ ചെറുതാകുമ്പോൾ ഒരു ആംഗിൾ വലുതായിരിക്കും എന്നുള്ളത് തന്നെയാണ് ബന്ധം. സോ ഡ്രോ എ ലൈൻ ആൻഡ് അറ്റ് ദ സെയിം പോയിന്റ് ഓൺ ഇറ്റ് ഡ്രോ 50 ആംഗിൾസ് ആസ് ഷോൺ ബിലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലൈന് വരയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതൊരു 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈനാണെന്ന് വിചാരിക്കുക. അപ്പോൾ 5 സെൻറ്റിമീറ്ററിനെ എന്ത് ചെയ്യുക? നമ്മൾ സെൻറ്ററിലാക്കി വരയ്ക്കുക. അപ്പോൾ 2.5 എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 2.5, ഇവിടെ പ്രൊട്രാക്ടറിൻ്റെ ആ സെൻറ്റർ ഇവിടെ വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊട്രാക്ടർ അളന്നിട്ട് ഏകദേശം ഒരു 50 ഡിഗ്രി അല്ലേ, 50 എത്തുന്ന മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ കിട്ടുന്ന ആംഗിൾ ആയിരിക്കും എന്ത്? 50 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ കിട്ടുന്ന ആംഗിൾ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പറഞ്ഞത് 50 ഡിഗ്രി നിങ്ങളുടെ അടുത്തൊന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഹൗ മച്ച് ലെസ് ദാൻ എ റൈറ്റ് ആംഗിൾ ഈസ് ദിസ്? ഇത് റൈറ്റ് ആംഗിളിനേക്കാൾ എത്ര കുറവാണ് 50 ഡിഗ്രി എന്ന് പറയുന്നത്? റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ 90യിൽ നിന്നും 50 കുറച്ച് കഴിഞ്ഞാൽ 40 ഡിഗ്രിയാണ് കുറവുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഇത് സ്ട്രെയിറ്റ് ലൈൻ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും അല്ലേ. ആ ആംഗിൾ എത്രയായിരിക്കും? ഈ 40 ഡിഗ്രി ആയിരിക്കും അല്ലേ, 40 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടി ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്? റൈറ്റ് ആംഗിൾ വരുന്നത്. സോ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സ്ലാൻഡേർഡ് ലൈൻ ആൻഡ് ദ പെർപെൻഡിക്കുലർ? ഇവിടെ ആ പെർപെൻഡിക്കുലറും അതുപോലെ തന്നെ ഈ ഒരു സ്ലാൻഡേർഡ് ലൈൻസും വരുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 40 ഡിഗ്രി ആണ്. അപ്പോൾ അവിടെ 40 ഡിഗ്രി എഴുതി കൊടുക്കാം. സോ ഹൗ മച്ച് മോർ ദാൻ എ റൈറ്റ് ആംഗിൾ ഈസ് ദ റൈറ്റ് ആംഗിൾ ഓൺ ദ അതർ സൈഡ്? അങ്ങനെയാണെങ്കിൽ അതർ സൈഡിലുള്ള ആംഗിൾ എത്രയായിരിക്കും? അതർ സൈഡിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ എത്രയാണെന്നാണ് താഴെ ചോദിച്ചിട്ടുള്ളത്. നൗ ക്യാൻ യു സേ ഹൗ മച്ച് ദ ആംഗിൾ ഓൺ ദ അതർ സൈഡ്? എത്രയാണ്? നമ്മൾ പറഞ്ഞു ഇവിടെ വരുന്നത് 90 ഡിഗ്രി അല്ലേ, ഇവിടെ വരുന്നത് എത്രയാണ്? 40 ഡിഗ്രി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 90 + 40 ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 130 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 130 ആണ്. ഓക്കെ, 130 ഡിഗ്രിയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണ്. നൗ സീ ദിസ് പിക്ചർ. ഈ പിക്ചർ നിങ്ങളൊന്ന് നോക്കൂ. ഇവിടെ എന്താണ്? ഈ ചിത്രത്തിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 60 ഡിഗ്രിയാണ് ആംഗിൾ തന്നിട്ടുള്ളത്. സോ ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദ സ്ലാൻഡഡ് ലൈൻ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളത് എത്രയാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇത് 60 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇവിടെ നമ്മളൊരു സ്ലാൻഡഡിൽ ഇത് വരക്കുകയാണ്. ഇവിടെ എത്രയായിരിക്കും? എന്ത് ചെയ്താൽ മതി? 90 - 60 ചെയ്ത് നോക്കുക. എത്രയാണ്? 30 എന്ന് കിട്ടും. അപ്പോൾ ഇത് 30 ഡിഗ്രിയാണ്. ഇവിടെ എന്തായാലും പിന്നെ വരുന്നത് റൈറ്റ് ആംഗിൾ ആണ്, അത് 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? 90 -
90 പ്ലസ് എന്ത് ചെയ്യുക, ഈ 30 കൂടെ കൂട്ടി നോക്കുക. എത്ര കിട്ടും? 90 പ്ലസ് 30 എന്ന് പറയുന്നത് 120. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്താൽ മതി? ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 180 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 180യിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്ത് കൊടുക്കുക? ഇവിടുത്തെ 60 ഡിഗ്രി മൈനസ് ചെയ്ത് കൊടുക്കുക. 180യിൽ നിന്നും 60 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 120 കിട്ടും. അപ്പോൾ അതാണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡിലൂടെയും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. സോ ഇവിടെ ഇമാജിൻ എ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് വേർ ദ ലൈൻസ് മീറ്റ് അല്ലേ, നമ്മൾ പറഞ്ഞു പെർപെൻഡിക്കുലർ നമ്മൾ ഇതുപോലെ ഇമാജിൻ ചെയ്യുക. ദെൻ ഹൗ മച്ച് ലെസ് ദാൻ എ റൈറ്റ് ആംഗിൾ ഈസ് ദ ആംഗിൾ ഓൺ ദ റൈറ്റ്. അപ്പോൾ അവിടെ ആംഗിൾ എത്ര കിട്ടും? 30 ഡിഗ്രി കിട്ടും അല്ലേ. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഹൗ മച്ച് മോർ ദാൻ എ റൈറ്റ് ആംഗിൾ ഈസ് ദ റൈറ്റ് ഓൺ ദ ലെഫ്റ്റ്. അപ്പോൾ അവിടെ ലെഫ്റ്റിൽ എത്രയുണ്ട് എന്നുള്ളതും നോക്കുക. അത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ഓൺ ദ ലെഫ്റ്റ്? അപ്പം ലെഫ്റ്റിലുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. നമുക്ക് മനസ്സിലായി അല്ലേ, 120 ആണ്. നമ്മളവിടെ എഴുതി കൊടുക്കുക. Then some pictures of two lines which means are shown below. The measure of the one of the two angle made on their side is given. Find the measure of the other angle. ഇവിടെ എന്താണ്? താഴെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു സെൻറ്ററിലായിട്ട് വരുന്ന ഒരു വര വരച്ചിട്ട് രണ്ട് ആംഗിൾസ് ഉണ്ട്. അതിൽ ഒരു ആംഗിൾസ് ആണ് തന്നിട്ടുള്ളത്. മറ്റേ ആംഗിൾസ് എത്രയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് ചെയ്തിട്ട് ഓരോന്നിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, റെഡി അല്ലേ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എത്രയാണ്? അവിടെ 100 ആണുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 100 ആണ്. ഇവിടെ നമുക്കറിയാം ടോട്ടൽ 180 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇമാജിൻ ചെയ്ത് പെർപെൻഡിക്കുലറൊക്കെ വരക്കണം. അങ്ങനെയും വരക്കാതെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ മെത്തേഡ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ടോട്ടൽ 180 ആണ്. അപ്പോൾ 180യിൽ നിന്നും ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ ആയിട്ടുള്ള 100 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 18 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ ഇവിടെ 45 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ 180 മൈനസ് 45 ചെയ്ത് നോക്കുക. ഇവിടെ 0യിൽ നിന്നും 5 മൈനസ് ചെയ്താൻ പറ്റില്ല, ഇവിടുന്ന് കടം എടുക്കും. അപ്പോൾ ഇവിടെ എത്രയായി? 7 ആയി. 10ൽ നിന്നും 5 മൈനസ് ചെയ്താൽ 5 കിട്ടും. 7ൽ നിന്നും 4 മൈനസ് ചെയ്താൽ 3 കിട്ടും. 1. അപ്പോൾ എത്രയാണ്? 135 ആണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 180 മൈനസ് 30 ഡിഗ്രി ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 0 0. 8ൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ 5. ഈ 1 115. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 150 ഡിഗ്രിയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. ഒരെണ്ണം 80 ആണെങ്കിൽ ഒരെണ്ണം 100 ആയിരിക്കും. എങ്കിലും നമുക്ക് ചെയ്യാം അല്ലേ. 180 മൈനസ് 80. ഇവിടെ 0, ഇവിടെയും 0, 1. അപ്പോൾ 100 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് ആണ്. വാട്ട് ഡിഡ് വി സീ ഇൻ ഓൾ ദീസ് പ്രോബ്ലംസ്? ഈ പ്രോബ്ലംസിൽ നമ്മൾ എന്താണ് എല്ലായിടത്തും കണ്ടത്? നമ്മൾ മനസ്സിലാക്കിയത് വെൻ ടു ലൈൻസ് മീറ്റ് ടു ആംഗിൾസ് ആർ മെയ്ഡ് അല്ലേ. ഒരു ലൈന് വരികയാണെങ്കിൽ ഒരു ലൈന് അവിടെ വേറൊരു ലൈന് അതിനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? രണ്ട് ആംഗിൾസ് ഉണ്ടായിരിക്കും. ഈ ഒരു ആംഗിൾ, ഈ ഒരു ആംഗിൾ, രണ്ട് ആംഗിൾസ് ഉണ്ടായിരിക്കും. ഇഫ് ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് then the both angles are the right angle. ഇപ്പോൾ നമ്മൾ ഒരു വര വരച്ചു. ഇനി വരക്കുന്നത് ഒരു പെർപെൻഡിക്കുലർ ലൈനാണെങ്കിൽ അവിടെ എന്താണ്? രണ്ട് സൈഡിലും ഉണ്ടാവുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. The other ways one angle is less than a right angle and the other is more than a right angle. നമ്മളൊരു വര വരക്കുകയാണ്. ഒരു ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിനേക്കാൾ ലെസ് ദാൻ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ലെസ് ദാൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് മോർ ദാൻ ആയിരിക്കും. റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ഡിഗ്രിയേക്കാൾ മോർ ദാൻ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഒരു 50 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 130 ഡിഗ്രി എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കും. ദ ലാർജർ ആംഗിൾ ഈസ് മച്ച് മോർ ദാൻ എ റൈറ്റ് ആംഗിൾ ആസ് ദ സ്മോളർ ആംഗിൾ ഈസ് ലെസ് ദാൻ എ റൈറ്റ് ആംഗിൾ. അപ്പോൾ അവിടെ ഒരെണ്ണം ചെറുതാണെങ്കിൽ ഒരെണ്ണം വലുത് തന്നെയാണ്. അപ്പോൾ ഒരെണ്ണം റൈറ്റ് ആംഗിളിനേക്കാൾ കുറവാണെങ്കിൽ മറ്റൊന്ന് റൈറ്റ് ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കും. അത് തന്നെയാണ് അതും പറഞ്ഞിട്ടുള്ളത്. സോ ഹവർ ദ ലൈൻസ് മേ ബി ഹൗ മച്ച് ഈസ് ദ സം ഓഫ് ദ ടു ആംഗിൾസ്. അപ്പോൾ രണ്ട് ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 50യും 130യും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 180 ആണ്.
സോ വാട്ട് വി ക്യാൻ സേ ഇൻ ജനറൽ അബൌട്ട് ദ 2 ആംഗിൾസ് മെയ്ഡ് വെൻ 2 ലൈൻസ് മീറ്റ്. അവിടെ 2 ലൈൻസും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് 180 എന്നുള്ള ഒരു ആംഗിൾസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദ സം ഓഫ് ദ 2 ആംഗിൾസ് മെയ്ഡ് ദെൻ ദ 2 ലൈൻസ് മീറ്റ് ഈസ് 180. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 180 ആയിരിക്കും. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. ഇവിടെ അടുത്ത ആക്ടിവിറ്റി ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇൻ ദ പിക്ചർ ബിലോ ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ഓൺ ദ ലെഫ്റ്റ്. ലെഫ്റ്റിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ഇവിടെ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? 2 ആംഗിൾസ് തന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് 25ൻ്റെ ആംഗിൾസും ഒന്ന് 50 ഡിഗ്രിയുടെ ആംഗിൾസും. അപ്പോൾ ഇത്രയും ആംഗിൾസ് എത്രയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിന് എന്ത് ചെയ്യണം? 50 + 25 ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 5 × 2 7. 75 ഡിഗ്രിയാണ് ഇത് മൊത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ 180യിൽ നിന്നും 75 നമ്മൾ മൈനസ് ചെയ്യുക. ഇവിടെ 0യിൽ നിന്നും മൈനസ് ചെയ്യാൻ പറ്റില്ല, ബോറോ ചെയ്യുക. ഇവിടെ 10 ആവും. 10ൽ നിന്നും 5 മൈനസ് ചെയ്ത 5, 7ൽ നിന്നും 7 മൈനസ് ചെയ്ത 0, ഇവിടെ 1. അപ്പോൾ 105 ആണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. 105 ഡിഗ്രിയാണ്. ഇനി താഴെയുള്ള ചിത്രം നോക്കൂ. ഇവിടെ ഇൻ ദ പിക്ചർ ബിലോ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ലൈൻസിൻ്റെ ഇടയിലുള്ളത് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു ആംഗിൾസും നമുക്ക് തന്നിട്ടില്ല അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഓരോ ആംഗിൾസും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രി ആയിരിക്കും. ഈ 2 ആംഗിൾസും ഈ 2 ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എത്രയാണ്? ഇവിടെ വരുന്നത് 45 ഡിഗ്രിയും ഇവിടെ വരുന്നത് 45 ഡിഗ്രിയും ആയിരിക്കും. ഇനി ഇത് മൊത്തം എത്രയാണെന്ന് അറിയോ? ഇത് മൊത്തം 180 ഡിഗ്രിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 90 + 45 + 45 എത്രയായി? 5 5 0, ബാക്കി 1, 10 10ഉം 14 then 18 ഡിഗ്രി ആയല്ലേ? ഇനി അടുത്ത സെറ്റ് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ ആണ്. ഇവിടെ എത്രയാണെന്നറിയോ? ഇത് 90 ഡിഗ്രി തന്നെയാണ്. ഇതിൽ ഇവിടെ വ്യത്യാസം വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഇത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം എത്രയാണ്? 180 ഡിഗ്രി ആണല്ലോ. അപ്പോൾ 90യും 30യും കൂടെ കൂട്ടുമ്പോൾ 120 ആയി. ബാലൻസ് ഉള്ളത് എത്രയാണ്? 60 ആണ്. അപ്പോൾ 60 ആണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ സുഖമല്ലേ? കാരണം ഇത് മൊത്തം എത്രയാണ്? 180 ഡിഗ്രി ആണ്. ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ആണ്. അതുപോലെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ്. രണ്ടും കൂടെ കൂട്ടി നോക്കൂ, എത്ര കിട്ടും? ഇവിടെ 5 6ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 10. അപ്പോൾ 105 ആണ്. അപ്പോൾ ഇത് രണ്ടും 105 ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 180യിൽ നിന്നും 105 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മൈനസ് ചെയ്യാൻ പറ്റില്ല, 7 ബോറോ ചെയ്യും. ഇവിടെ 10, ഇവിടെ 5 ആവും. ദെൻ ഇവിടെ 7ൽ നിന്നും 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7 തന്നെയാണ് അല്ലേ? അപ്പോൾ എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 75 ഡിഗ്രി എന്നുള്ളതാണ്. ഓക്കെ, 75 ആണ്. ഇനി ഇത് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 45ഉം ഈ 60യും ഈ 75ഉം കൂടെ കൂട്ടി നോക്കിയാൽ 180 ഡിഗ്രി കിട്ടുന്നില്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ കറക്റ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഇനി ഇതിന് താഴെയുള്ള അടുത്തത് നോക്കാം. അടുത്തത് പേജ് നമ്പർ 132-ലാണുള്ളത്. Among the 3 angles marked in the picture below, the angles of the left and the right are equal. How much is each എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ 3 ആംഗിളുകളിൽ അവിടെ എന്താണ്? ഇവിടെ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും ഉള്ളത് ഈക്വൽ ആണ്. പക്ഷേ എത്രയാണ് നമുക്ക് അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഓരോന്നും എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ആകെ നമുക്ക് തന്നിട്ടുള്ളത് ഇതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെന്ന് അവിടെ തന്നിട്ടുമുണ്ട് അല്ലേ? അപ്പോൾ ആകെ ടോട്ടൽ എത്രയാണ് നമുക്കുള്ളത്? ടോട്ടൽ നമുക്കുള്ളത് 180 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 180യിൽ നിന്നും ഇവിടെ തന്നിട്ടുള്ള 30 ഡിഗ്രി മൈനസ് ചെയ്യുക. 150 ആണ് അല്ലേ? അപ്പോൾ 150 ആണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 150യെ എന്തുകൊണ്ട്? 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 150 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കുക.
5 1 പോവില്ല. 15 എത്ര പ്രാവശ്യം പോകും? 7 ടൈംസ് പോവും. 14 ആണ് ഇവിടെ 1 ബാലൻസ്. ഇവിടെ 10 എത്ര പ്രാവശ്യം പോവും? 5 ടൈംസ് പോവും. അപ്പോൾ എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 75 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 75. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എത്ര ഡിഗ്രിയാണ്? 75 ഡിഗ്രിയാണ്. ഇതും 75 ഡിഗ്രിയാണ്. ഇനി ഇത് മൂന്നും കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. അപ്പോൾ കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ അല്ലേ? 75 + 75 പ്ലസ് എത്രയാണ്? 30. 5ഉം 5ഉം 10, ബാക്കി 0, 1 ഇവിടെ ക്യാരി ഫോർ ചെയ്യുക. 7ഉം 7ഉം 14, 41 15, 15 3ഉം 18. അപ്പോൾ 118 എന്നുള്ളത് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആൻസർ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. 3 ആംഗിൾസ് ഉണ്ടെങ്കിൽ ആ 3 ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 ആംഗിൾസ് ആണെങ്കിലും അത് കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി ഇവിടെ 4th ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തത്, ഓഫ് ദ 2 ആംഗിൾസ് made when 2 lines meet, one angle is double the other. What are the measures of the 2 angles? അഥവാ 2 ലൈൻസ് കൂട്ടിമുട്ടുമ്പോൾ അവിടെ ആംഗിൾസ് ഉണ്ടാവും അല്ലെ? 2 ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ ഒരു ആംഗിൾ എന്ന് പറയുന്നത് മറ്റേ ആംഗിളിൻ്റെ ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഇതൊരു ലൈൻസ് ഇവിടെ കൂട്ടിമുട്ടുമ്പോൾ ഇതൊരു ആംഗിൾ അല്ലേ? ഇതൊരു ആംഗിൾ ഉണ്ടാവും, ഇവിടെയും ഒരു ആംഗിൾ ഉണ്ടാവും. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു 30 ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര 60 പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കത് 180 ആവില്ല. ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും 180 ആവുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും 180 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 50ൻ്റെ മുകളിലുള്ളത് എടുക്കണം അല്ലേ? 50 എടുത്താലും ഒരെണ്ണം അതിൻ്റെ ഡബിൾ 100 ആണ്. അപ്പോൾ 50 100 150 ആവുള്ളൂ. 60 എടുത്തു കഴിഞ്ഞാലോ 60ഉം അതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 120. അപ്പോൾ 60ഉം 120ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയും മറ്റേ ആംഗിൾ എന്ന് പറയുന്നത് 120ഉം ആയിരിക്കും. അപ്പോഴാണ് നമുക്ക് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആംഗിൾസ് എഴുതി കൊടുക്കുക. 60 ഡിഗ്രിയും അതുപോലെ തന്നെ 120 ഡിഗ്രിയും. ഈ 2 ആംഗിൾസാണ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം. വെൻ ലൈൻസ് ഇൻ്റർസെക്റ്റ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. We have seen then when a line meets another line, 2 angles are formed. എന്താണ്? ഒരു ലൈനിൽ മറ്റൊരു ലൈന് കൂടി ചേരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 2 ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? ആൻഡ് ഇഫ് വി നോ വൺ ഓഫ് ദീസ് ദ അതർ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ നമുക്ക് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരെണ്ണം കണക്കാക്കാമെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? 180 ഡിഗ്രി മനസ്സിലാക്കിയാൽ മതി അല്ലേ? ഇവിടെ പിക്ചർ നോക്കൂ. ഇവിടെ 70 ഡിഗ്രിയാണ് ഉള്ളത്. അപ്പോൾ ഈ കോണ് കണക്കാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? 70 ഡിഗ്രി മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 110 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 110 ആണ്. ഓക്കെ, അതിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഇഫ് വി എക്സ്റ്റെൻഡ് ദ സ്റ്റാൻഡേർഡ് ലൈൻ ഡൗൺവേർഡ് കട്ടിങ് ദ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ ഇത് ഇങ്ങനെയല്ലേ ഉള്ളൂ. ഇനി താഴേക്ക് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇതേപോലെ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇവിടെയും ഒരു ആംഗിൾ ഉണ്ടാവും, ഇവിടെയും ഒരു ആംഗിൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ടോട്ടൽ 4 ആംഗിൾസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അറിയാം, പക്ഷേ ഇത് രണ്ടും നമുക്ക് അറിയില്ല. നൗ വി ഹാവ് 2 ആംഗിൾസ് അറ്റ് ദ ബോട്ടം ഓൾസോ. വാട്ട് ആർ ദ മെഷേഴ്സ്? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മെഷേഴ്സ് നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അതും കൂടെ നമുക്ക് മനസ്സിലാക്കണം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇതില്ല. അപ്പോൾ താഴെ പറയുന്നുണ്ട്, ലെറ്റ്സ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ ബോട്ടം റൈറ്റ് ആംഗിൾ. For that, let's look at just the right part of the horizontal line and the slanted line. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ താഴത്തെ വശത്തുള്ള കോണുകൾ ആദ്യം നമ്മൾ ഓരോന്നായിട്ട് കണക്കാക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇങ്ങനെ ഈ വരയാക്കുക. ഓക്കെ, ഇങ്ങനെ ഈ വരയാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ 2 കോണ് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഈ കോണ് ഓൾറെഡി 70 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോൺ എത്രയായിരിക്കും? 180യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? 70 മൈനസ് ചെയ്ത് കൊടുക്കുക. 110. അപ്പോൾ ഇവിടുത്തെ കോണ് നമുക്ക് കിട്ടി 110 ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? അതിനുശേഷം നമ്മൾ ഈ കോണ് കണ്ടുപിടിച്ച് കൊടുക്കുക. ഏത് കോണ്? ഈ കോണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ 180 ആകും എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഓൾറെഡി ഇതെന്താണ്? 110 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 180യിൽ നിന്നും 110 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 70 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോൺ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ കോണും തുല്യമാണ്, ഈ കോണും തുല്യമാണ് എന്ന് മനസ്സിലായി അല്ലേ? ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഓഫ് ദ 2 ആംഗിൾസ് അറ്റ് ദ ബോട്ടം വി നൗ ഗെറ്റ് ദ ആംഗിൾ ഓൺ ദ റൈറ്റ് ഡോൺ വി. ഇപ്പം എന്താണ്? താഴത്തെ കോണുകളുടെ അളവ് നമുക്ക് കിട്ടി അല്ലേ?
So like this we can get the angle of the left by looking at the left part of the horizontal line and the slanted line. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്ന് ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഈ ആംഗിൾസ് എല്ലാം ഇതേപോലെ കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടുന്നതാണ്. ഇനി അടുത്തത്, ക്യാൻ യു കാൽക്കുലേറ്റ് ദ അതർ 3 ആംഗിൾസ് ഇൻ ദിസ് പിക്ചർ? ഈ ആംഗിൾസിൽ ഈ 3 ആംഗിൾസ് ഒരു ആംഗിൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇനി നമ്മളുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ 2 ആംഗിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് എത്രയാണ്? 50 ആണല്ലേ. അപ്പോൾ 180യിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? 50 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എത്രയാണ്? 130 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 130 ആണ്. ഇനി ഇത് രണ്ടും ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 130 ആയിരിക്കും. ഇനി ഇത് രണ്ടും ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് 130 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180യിൽ നിന്നും ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 50 കിട്ടും. അപ്പോൾ ഇത് 50 ഡിഗ്രിയാണ്. ഓക്കെ, എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2 ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതും ചെയ്താലും കുഴപ്പമില്ല. ഈ 2 ഓപ്പോസിറ്റ് ആംഗിൾസും തുല്യമായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി താഴെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ദ പിക്ചേഴ്സ് ബിലോ ഷോ വേരിയസ് പെയേഴ്സ് ഓഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻ. എന്താണ് താഴെയുള്ളത്? ഇന്റർസെക്റ്റ് ചെയ്യുന്ന കുറച്ച് ലൈൻസിൻ്റെ പെയേഴ്സ് ആണ് തന്നിട്ടുള്ളത്. വൺ ഓഫ് ദ 4 ആംഗിൾസ് ദസ് മെയ്ഡ് ഈസ് ഗിവൺ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലും 4 ആംഗിളിൽ ഒരു ആംഗിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ അതർ 3 ആംഗിൾസ് ആൻഡ് മാർക്ക് ദം ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ പിക്ചറിലെയും ബാക്കിയുള്ള ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ആംഗിൾസ് നോക്കൂ, ഇവിടെ 40 ഡിഗ്രി ആണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് എന്ത് ചെയ്യണം? 180 ഡിഗ്രിയിൽ നിന്നും നമ്മൾ 45 മൈനസ് ചെയ്ത് കൊടുക്കാം. എത്ര കിട്ടും? ഇവിടെ മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ 7 ആവും, ഇവിടെ 10 ആവും, 5 കിട്ടും. 7ൽ നിന്നും 4 പോയി കഴിഞ്ഞാൽ 3 കിട്ടും, 1. അപ്പോൾ ഇവിടെ എത്രയാണ്? 135 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇങ്ങനെ ഒരു ആംഗിൾ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് 45 ആയിരിക്കും. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിൾ അപ്പോൾ 135 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കാം നമുക്ക്. രണ്ടാമത്തെ പിക്ചറിൽ ഇതെന്ന് പറയുന്നത് 120 ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ കോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 തന്നെ ആയിരിക്കും. ഇനി നമ്മൾ ഇത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 180യിൽ നിന്നും 120 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 60 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും 60 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാലും മതി. അടുത്ത പിക്ചർ നോക്കുകയാണെങ്കിൽ അവിടെ ഇതെന്താണ്? റൈറ്റ് ആംഗിൾ ആണ് അല്ലേ. ഇതിൻ്റെ ഷേപ്പ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയാവും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. റൈറ്റ് ആംഗിൾ ഇത് എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയുള്ള ആംഗിൾ ആയിരിക്കും? ഇതും റൈറ്റ് ആംഗിൾ തന്നെയായിരിക്കും, ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇത് രണ്ടും 90 ഡിഗ്രി തന്നെയായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ 180 കിട്ടണമെങ്കിൽ ഇത് എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഇതും 90 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാ കോണുകളും 90 ഡിഗ്രി തന്നെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി വാട്ട് ക്യാൻ വി സേ ഇൻ ജനറൽ അബൌട്ട് ദ 4 ആംഗിൾസ് മെയ്ഡ് ബൈ 2 ഇന്റർസെക്റ്റിംഗ് ലൈൻ? എന്താണ്? 2 ഇന്റർസെക്റ്റിംഗ് ലൈനും കൊണ്ട് ആംഗിൾസ് 4 ലൈൻസ് ആംഗിൾസ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ കോണുകളെ കുറിച്ച്, ആ ആംഗിൾസിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇഫ് ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ദർ ഈസ് നോട്ട് മച്ച് ടു സേ ഓൾ 4 ആർ 90 ആംഗിൾസ്. എന്താണ്? അവിടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് എല്ലാ ആംഗിൾസും നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റില്ല? എല്ലാം 90 ഡിഗ്രി ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ. കാരണം ഓരോന്നും ഇപ്പോൾ ഇവിടെ 60 ഉണ്ട്, 120 ഉണ്ട്, 135 ഉണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണ് ഉണ്ടായിരിക്കുക. എന്ത് പറയാൻ വേണ്ടി പറ്റില്ല? 90 ഡിഗ്രി ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതിലിതെല്ലാം എന്താണ്? ഇത് നമുക്കറിയാം, ഇതൊക്കെ പെർപെൻഡിക്കുലർ ആയിട്ട് കറക്റ്റ് വരുന്നതാണ്, സ്ട്രൈറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം റൈറ്റ് ആംഗിൾ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഈ 1 ലൈൻ ഈസ് എ ബിറ്റ് സ്ലാൻഡഡ്. അപ്പം അടുത്ത സ്ലാൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? സ്ലാൻഡ് ചെയ്ത് വന്നാൽ എല്ലാം ഈക്വൽ ആയിരിക്കുമോ? അല്ല. ഇതെന്ന് പറയുന്നതും ഈ ആംഗിൾ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കുമോ? അല്ല.
വി ഗെറ്റ് 2 സ്മോൾ ആംഗിൾസ് ആൻഡ് 2 ലാർജ് ആംഗിൾസ്. ഇവിടെയും ഒരു സ്മോൾ ആംഗിൾ കിട്ടും, ഇവിടെയും ഒരു സ്മോൾ ആംഗിൾ കിട്ടും. ഇത് രണ്ട് ബിഗ് ആംഗിൾസും നമുക്ക് കിട്ടും. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം? എന്താണ് അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പം എന്തായാലും താഴെ പറയുന്നത് when 2 lines intersect 4 angles are formed. രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? 4 ആംഗിൾസ് ഉണ്ടാവുന്നു. if the lines are perpendicular to each other all 4 are 90 angles. എന്താണ്? എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും. if the line are slanted there are 2 small angles and 2 large angles in this. ഇനി അത് കുറച്ച് ചെരിഞ്ഞാണ്, സ്ലാൻഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ 2 വലിയ കോണുകളും 2 ചെറിയ കോണുകളും അവിടെ 2 ചെറിയ ആംഗിൾസും ഉണ്ടായിരിക്കും. സോ ബോത്ത് ദ സ്മോൾ ആംഗിൾസ് ഹാവ് ദ സെയിം മെഷർ. എന്താ പറയുന്നത്? അവിടെ സ്മോൾ ആംഗിൾസ് രണ്ടും എന്തായിരിക്കും? സെയിം മെഷർ ആയിരിക്കും. ബോത്ത് ലാർജ് ആംഗിൾസ് ദ സെയിം മെഷർ. അവിടെ ലാർജ് ആംഗിളായിട്ട് വരുന്ന രണ്ടും സെയിം മെഷർ ആയിരിക്കും. ദ സം ഓഫ് ദ സ്മോൾ ആംഗിൾസ് ആൻഡ് ലാർജ് ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും തമ്മിലുള്ളത് എത്രയാണ്? 180 ഡിഗ്രിയാണ് ഉണ്ടായിരിക്കുക. സോ വി ക്യാൻ സേ ഇറ്റ് ഇൻ എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് വേ. ഇത് നമുക്ക് വേറെ ഡിഫറെൻറ്റ് വേയിലും പറയാം. ദ 4 ആംഗിൾസ് മെയ്ഡ് ബൈ 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ക്യാൻ ബി പെയർഡ് ഇൻ വേരിയസ് വേസ്. ലുക്ക് അറ്റ് ദീസ് 4 പെയേഴ്സ്. എന്താണ്? 2 വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് എന്ന് പറയുന്നതിനെ നമുക്കൊരു പെയർ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ താഴെ നോക്കൂ, താഴെയുള്ള പെയേഴ്സിനെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഇത് രണ്ടും കൂടെ നമുക്ക് ഒരു പെയറാക്കാം അല്ലേ? ഇത് രണ്ടും, ഈ 2 ആംഗിൾസും ഒരു പെയറാണെന്ന് പറയാം. അതുപോലെ ഈ 2 ആംഗിൾസും ഒരു പെയറാണെന്ന് പറയാം. ഇതൊരു പെയറാണ്, അതുപോലെ ഇതൊരു പെയറാണ്. ഈ പെയറൊക്കെ എത്രയായിരിക്കും? ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രിയിലുള്ള പെയറായിരിക്കും. ഇനി in each other the pairs are next to each other. They are often called adjacent ആംഗിൾസ്. ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? അഡ്ജസെൻറ്റ് ആംഗിൾസ് എന്നാണ് ഇതിനെ പറയുന്നത്. സോ നൗ ലുക്ക് അറ്റ് ദീസ് 2 പെയേഴ്സ്. ഇനി താഴെയുള്ള അടുത്ത 2 പെയറുകളെ നമുക്കൊന്ന് നോക്കി നോക്കൂ. ഇവിടെ എന്താണ്? ഒരു പെയർ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഈ സ്മോളും. അടുത്തതെന്ന് പറയുന്നത് ഈ സ്മോളും ആണ്. അടുത്തെന്ന് പറയുന്നത് ഈ ബിഗും ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരു പെയറാണ്, ഇത് രണ്ടും ഒരു പെയറാണ് അല്ലേ. നമ്മൾ പറഞ്ഞു ഈ 2 പെയേഴ്സും ഈക്വൽ ആണെന്നും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇൻ ഈച്ച് പെയർ 1 ആംഗിൾ ഈസ് ഓപ്പോസിറ്റ് ദ അതർ. ദേ മേഡ് ബി കോൾഡ് ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ആണ്. യൂസിങ് ദിറ്റ് സെയിം ദ റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾസ് ക്യാൻ ബി പുട്ട് ലൈക്ക് ദിസ്. ദ 4 ആംഗിൾസ് മെയ്ഡ് ബൈ 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. അപ്പോൾ ഈ 2 ആംഗിൾസ് ഉണ്ടാകുന്നത് 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസോട് കൂടിയിട്ടാണ്. ദ സം ഓഫ് ഈച്ച് പെയർസ് ഓഫ് അഡ്ജസെന്റ് ആംഗിൾസ് ഇൻ 180 ഡിഗ്രി. നമ്മൾ പറഞ്ഞു അഡ്ജസെന്റ് ആംഗിൾ എന്ന് പറയുന്ന ഈ 2 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രിയാണ്. ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ഇത് ഇങ്ങനെ ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഈ പെയറും ഈ പെയറും എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് പെയേഴ്സ് ആണ്. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് അഡ്ജസെന്റ് ലൈൻ ആംഗിൾസ്, അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ ഈക്വൽ ആയിട്ട് വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലേക്ക് കടക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ഇൻ ദ 4 ആംഗിൾസ് മെയ്ഡ് ബൈ 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ദ സം ഓഫ് 2 ആംഗിൾസ് ഈസ് 100 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ ദ 4 ആംഗിൾസ്. അഥവാ 2 വരകൾ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 4 ആംഗിൾസ് ഉണ്ടാവും അല്ലേ. അതിലെ 2 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം വേറെ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണക്കാക്കണം. നമ്മളെടുത്ത് അത് ഈക്വലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു ലൈന് വരക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഇതൊരു ലൈന്, ഇതിങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് ഈ 2 കോണുകളാണെന്ന് വിചാരിക്കുക. ഈ 2 കോണുകളും കൂടെ കൂട്ടുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 100 എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് എന്ത് ചെയ്താൽ മതി? 100നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 100ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 50. അപ്പോൾ ഇതെന്ന് പറയുന്നത് 50 ആണ്, ഈ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അതിന് എന്ത് ചെയ്താൽ മതി? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇത് രണ്ടും കൂടെ വരുമ്പോൾ എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 180യിൽ നിന്നും എന്ത് മൈനസ് ചെയ്ത് കൊടുക്കുക? 50 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 130 കിട്ടും. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് 130 ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 130 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, ഇൻ ദ 4 ആംഗിൾസ് മെയ്ഡ് ബൈ 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസ് 1 ആംഗിൾ ഈസ് ഹാഫ് ഓഫ് അനദർ.
കാൽക്കുലേറ്റ് ഓൾ ഫോർ ദ ആംഗിൾസ്. അഥവാ രണ്ട് വരകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ 4 ആംഗിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ മറ്റേ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 4 ആംഗിൾസും നമ്മളെടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വരച്ചു കൊടുക്കാം. രണ്ടാമത്തതാണ്, ഇതൊരു ലൈന്, ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെയുള്ള കോണിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെയുള്ള കോൺ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡബിൾ ആവണമെങ്കിൽ എന്ത് വരണം? ഇവിടെ 60 ഡിഗ്രി വന്നാൽ മാത്രമേ ഇവിടെ ഡബിൾ ആയിട്ട് 120 വരുള്ളൂ. വേറെ ഏതെടുത്താലും അതിൻ്റെ ഡബിൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 180 നമുക്ക് കിട്ടുകയും വേണം. ഇനി നമുക്ക് ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഇതാണ്. ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇത് 120 ആയിരിക്കും. അപ്പോൾ ഇതാണ് 4 ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യമാണ്, The two pictures below show lines passing through a point. ഒരു പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന കുറച്ച് വരകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. The measures of some of the angles are given in each. ചിലതിലെ ആംഗിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. Calculate the other marked angles in each. അപ്പോൾ ബാക്കിയുള്ള ആംഗിൾസ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നാമത്തെ ഇത് എത്രയാണ്? 40 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഇതെന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടില്ല, പെർപെൻഡിക്കുലർ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഇത് മൊത്തം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഓൾറെഡി 40 ഉണ്ട്. അപ്പോൾ 40യും അതുപോലെ തന്നെ 90യും കൂടെ നമ്മൾ കൂട്ടി നോക്കുക. എത്ര കിട്ടും? 130 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 180യിൽ നിന്നും 130 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? ഇവിടെ 0, ഇവിടെ 5, എത്രയാണ്? 50. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 50 ഡിഗ്രിയാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി ഇവിടെ വരുന്ന കോൺ, ഇതിൻ്റെ ഓപ്പോസിറ്റ് കോൺ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഈ കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ കോണിൻ്റെ ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന കോൺ ഏതാണ് എന്നുള്ളത് അടുത്ത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഏത് കോണാണ് വരിക? ഇവിടെയുള്ള ഈ കോണാണ് അല്ലേ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ കോണാണ്. അപ്പോൾ ഇതും 40 ഡിഗ്രി ആയിരിക്കും. ഈ കോൺ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് കോൺസ്, ഏതൊക്കെയാണ് അതുപോലെ തന്നെ അഡ്ജസൻറ്റ് ആംഗിൾസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത പിക്ചറിൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ കോൺ തന്നിട്ടുണ്ട് അല്ലേ. ഇത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇതും 60 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ഈ കോൺ 50 ഡിഗ്രി തന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇതും 50 ഡിഗ്രിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കോൺ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യുക? 60 പ്ലസ് 50 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 110 കിട്ടും അല്ലേ. ഇനി 180യിൽ നിന്നും നമ്മൾ 110 മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 70 കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 70 ഡിഗ്രിയാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഓരോന്നിൻ്റെയും ഓപ്പോസിറ്റ് കിടക്കുന്നത്. ആദ്യം അഡ്ജസൻറ്റ് കോണുകൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അഡ്ജസൻറ്റ് കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, ഇനി അടുത്തത് നോട്ട് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. സീ ദീസ് ലൈൻസ്. ഈ 2 ലൈൻസ് നിങ്ങൾ നോക്കൂ. ഇത് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് എവിടെയെങ്കിലും പോയിട്ട് കൂട്ടിമുട്ടുമോ? ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇവിടെയൊക്കെ കൂട്ടിമുട്ടുന്നുണ്ടാവും അല്ലേ. ദേ ഡോണ്ട് മീറ്റ് വാട്ട് വി എക്സ്റ്റെൻഡ് ദം ടു ദ റൈറ്റ്. അപ്പോൾ നമ്മളിതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ കൂട്ടിമുട്ടും. ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ഇത് കൂട്ടിമുട്ടില്ല. അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഒരു ആംഗിൾ ഉണ്ടാവും അല്ലേ. ദെൻ വാട്ട് അബൌട്ട് ദീസ് ലൈൻസ്. ഇനി ഈ 2 ലൈൻസ് ആണെങ്കിലോ? ഇതും ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ ചിലപ്പം കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയും എന്തുണ്ടാവും? ഒരു ആംഗിൾ ഉണ്ടാവും. സോ ഹൗ ഡിഡ് യു ഡിസൈഡ് that they will meet? we extended them to the left. അപ്പോൾ നമ്മളത് ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ആംഗിൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. Can we draw 2 lines which not meet however much we extended them in any direction? ഇനി നമ്മൾ ഏത് ഡയറക്ഷനിൽ കൂട്ടിയാലും അത് കൂട്ടിമുട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു 2 ലൈൻസ് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റുമോ? സപ്പോസ് വി ഡ്രോ അലോങ് ദ എഡ്ജസ് ഓഫ് എ സ്കെയിൽ. നമ്മൾ സ്കെയിൽ എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ 2 ലൈന് വരക്കുകയാണെന്ന് വിചാരിക്കുക. അത് എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടോ? ഇല്ല. ഇതിങ്ങനെ നേരെ പോവും, ഇതിങ്ങനെ നേരെ പോവും. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. Will these lines meet if we extended them to in either direction? How can we be sure? അത് ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അല്ലേ.
അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും, പക്ഷേ ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. ലൈൻസ് ലൈക്ക് ദീസ് വിച്ച് കീപ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് ആൻഡ് വിൽ നെവർ മീറ്റ് ആർ കോൾഡ് പാരലൽ ലൈൻസ്. അപ്പോൾ ഇത്തരത്തിൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത അല്ലെങ്കിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുള്ള ലൈനുകളെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ we can draw parallel lines along the edges of a scale. What if we want to increase the distance between them? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് വരക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി വാണ്ട് ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ടു ബി 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ 3 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി നേരെ ഇങ്ങനെ പാരലൽ ലൈനായിട്ട് വരച്ചു കൊടുക്കണം. Draw some lines perpendicular to the first or the height 3 centimeters. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പെർപെൻഡിക്കുലർ ലൈന് വരക്കുക, എന്നിട്ട് അതിൽ 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. വി ജസ്റ്റ് നീഡ് ടു ജോയിൻ ദ ടോപ്പ് എൻഡ്സ്, എന്നിട്ട് അതിൻ്റെ ടോപ്പും എൻഡ്സും കൂടെ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. സോ വൈ സോ മെനി പെർപെൻഡിക്കുലേഴ്സ്? അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഒരുപാട് പെർപെൻഡിക്കുലേഴ്സ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും വരക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ അടയാളം എടുക്കുകയാണെങ്കിൽ ഒരുപാട് പെർപെൻഡിക്കുലർ വരക്കാൻ വേണ്ടി പറ്റും. ആ പെർപെൻഡിക്കുലേഴ്സിൻ്റെ ഒക്കെ ആംഗിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആയിരിക്കും. ബട്ട് ദെൻ പാരലൽ വി ട്രൈ ടു ഡ്രോ മേ ടേൺ ഔട്ട് ടു ബി സ്ലാൻഡഡ്. അത് സ്ലാൻഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കൂട്ടിമുട്ടാനുള്ള സാധ്യത ഉണ്ടല്ലേ. സോ ഹാവ് യു ഫൗണ്ട് ഔട്ട് ഹൗ ടു ഡ്രോ? ഇതെങ്ങനെയാണ് ഡ്രോ ചെയ്യേണ്ടത്? നമ്മൾ ലൈൻസ് വരയ്ക്കുക, അതുപോലെ എത്രയാണോ ഡിസ്റ്റൻസ് വേണ്ടത് അത് അടയാളപ്പെടുത്തുക, അതിനുശേഷം വരച്ചു കൊടുക്കുക. ഇതുപോലെ ക്യാൻ വി ഡു വിത്തൗട്ട് ആക്ച്വലി ഡ്രോയിങ് എ പെർപെൻഡിക്കുലർ? ഹൗ അബൌട്ട് എ സ്കെയിൽ കെപ്റ്റ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഇതുപോലെ സ്കെയിൽ വെച്ച് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സാധനം എടുക്കുക, ഈ ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇവിടെ എത്രയാണോ ഡിസ്റ്റൻസ് വേണ്ടത് അത് ഇവിടെ അടയാളപ്പെടുത്തുക, അതിനുശേഷം നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു കൊടുക്കുക. നൗ വി ക്യാൻ ഡ്രോ പാരലൽ ലൈൻസ്, കീപ് ദ സ്കെയിൽ ഫേംലി ഇൻ ദ പ്ലേസ് ആൻഡ് സ്ലൈഡിങ് ദ സെറ്റ് സ്ക്വയർ ടു ദ ഡിസൈഡ് സ്പോട്ട്. അപ്പോൾ ഏത് സ്പോട്ടിലാണോ വേണ്ടത് ഈ രീതിയിൽ നിങ്ങൾ വരച്ചു കൊടുത്തിട്ട് നമുക്ക് അടയാളപ്പെടുത്തി വരക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് വരക്കുന്നത് എന്നതൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് ലൈൻ ആൻഡ് സ്ലാൻഡ് എന്നുള്ളതാണ്. എന്താണ്, വരയും ചെരിവും. സീ ദിസ് പിക്ചർ, ഈ പിക്ചർ ഒന്ന് നോക്കൂ നിങ്ങൾ. ഇവിടെ എന്താണ്, ഒരു ലൈൻ ഉണ്ട്, അതിന് സ്ലാൻഡ് ആയിട്ട് അടുത്തൊരു ലൈനും പോയിട്ടുണ്ട് അല്ലേ. വി വാണ്ട് ടു ഡ്രോ എ ലൈൻ പാരലൽ ടു ദ സ്ലാൻഡഡ് ലൈൻ ത്രൂ ദ പോയിന്റഡ് മാർക്ക് ഓൺ ദ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ലൈന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പാർട്ടില്ലേ, ഇവിടെ നിന്നും നമ്മൾക്ക് അടുത്തൊരെണ്ണം വരക്കണമെന്ന് വിചാരിക്കാം. വി ക്യാൻ ഡു ഇറ്റ് ആസ് ബിഫോർ യൂസിങ് എ സ്കെയിൽ ആൻഡ് സെറ്റ് സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ച് സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടുത്ത പാരലൽ ലൈനും കൂടെ വരച്ചു കൊടുക്കുക. സോ എനി അതർ വേ, വേറെ എന്തെങ്കിലും വേണ്ട എന്നാണ് ചോദിക്കുന്നത്. വാട്ട് വി നീഡ്, അല്ലെങ്കിൽ നമുക്ക് സ്കെയിൽ വെച്ചുകൊണ്ടും വരക്കാൻ വേണ്ടി പറ്റും, പക്ഷേ കറക്റ്റ് ആക്യുറേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം, സെറ്റ് സ്ക്വയർ ഉപയോഗിക്കണം. വാട്ട് വി need is a slanted line through the point on the right. The question is how much slanted it should be. അപ്പോൾ എത്ര സ്ലാൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ സ്കെയിൽ വെക്കുമ്പോൾ ഒരു ഇതാണല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് സ്ക്വയർ വെക്കുമ്പോഴും എത്ര സ്ലാൻഡ് വേണം എന്നുള്ളത് അറിയണമെങ്കിൽ എന്തറിയണം, നമുക്ക് അതിൻ്റെ കറക്റ്റ് ആംഗിൾസ് അറിയണം. സോ ആംഗിൾസ് അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെ വെക്കുക, എന്നിട്ട് ആംഗിൾസ് അടയാളപ്പെടുത്തുക. ആംഗിൾസ് അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം വരക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ വരക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ കിട്ടും, അതിൻ്റെ ഇവിടെ ഒരു ആംഗിൾ കിട്ടും, ഇവിടെ ആംഗിൾ കിട്ടും, ഇവിടെ ആംഗിൾ, ഇവിടെ ആംഗിൾ, ഇവിടെ ആംഗിൾ, അങ്ങനെ ആകെ കൂടെ മൊത്തം ആംഗിൾസ് ആയിരിക്കും അല്ലേ. ദെൻ ആർ ദ ലൈൻസ് പാരലൽ, ഇത് പാരലൽ ആണോ? ആണ്, ഈ ലൈനിന് പാരലൽ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. സോ ദേ ആർ ടു ബി പാരലൽ. വാട്ട് ഷുഡ് ബി ദ ആംഗിൾ ഓൺ ദ റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇത് പാരലൽ ആണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. നൗ ഡ്രോ ദിസ് പിക്ചർ ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ഒരു പിക്ചർ വരക്കാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പിക്ചർ വരക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം 4 സെൻറ്റിമീറ്ററിൻ്റെ ലൈന് വരക്കുക, എന്നിട്ട് ഇവിടെ നിന്നും പ്രൊട്രാക്ടർ വെച്ചിട്ട് എവിടെയാണ് 100 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ആ അടയാളപ്പെടുത്തിയ വര കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുകയും ചെയ്യാം. Then how to draw the line parallel the slanted line through the right end of the horizontal line. അപ്പോൾ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിനെ എങ്ങനെയാണ് പാരലൽ ആയിട്ട് ഇനി വരക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം,
ഇവിടെയും നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് 100 ഡിഗ്രി അളന്നിട്ടതിന് ശേഷം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. വാട്ട് ഷുഡ് ബി ദ ആംഗിൾ ഓൺ ദ റൈറ്റ്? അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം ഇത് അഡ്ജസ്റ്റൻ്റ് ആംഗിൾ ആണ്. ഇത് എത്രയായിരിക്കും? ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 80 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോഴാണ് 180 നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് ആംഗിൾസും കൂടെ 180 ആണ്. അപ്പോൾ ഒരു ആംഗിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആംഗിൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ വി ക്യാൻ ഡ്രോ ദ പാരലൽ ലൈക്ക് ദിസ് വിത്തൗട്ട് എക്സ്റ്റെൻഡിങ് ദ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ എക്സ്റ്റൻഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമ്മളുടെ അടുത്ത് ഈ ആംഗിൾ പറയാതെ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും എളുപ്പമാണ്. കാരണം ഇവിടെ എത്ര ആംഗിൾ ആണോ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടുത്തെ ആംഗിൾ എത്രയാണോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഇവിടെ എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? ഒന്ന് ഇമാജിൻ ചെയ്യുക. നമ്മളിവിടെ വരക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് 80 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതും എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80 ഡിഗ്രി തന്നെയായിരിക്കും. സോ വാട്ട് ഷുഡ് ബി ദ ആംഗിൾ ഓൺ ദ റൈറ്റ്? അപ്പോൾ റൈറ്റ് ആംഗിൾ എത്രയാണ് എന്നുള്ളത് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് പാരലൽ ലൈൻസ് ഇൻ ദ പിക്ചർ ബിലോ ആൻഡ് റൈറ്റ് ദം ഡൗൺ എന്നുള്ളതാണ്. എന്താണ് താഴെ കൊടുത്തിട്ടുള്ള വരകളിൽ പാരലൽ ലൈൻസ് വന്നിട്ടുണ്ട്. അവിടുത്തെ പെയേഴ്സിൻ്റെ ഒക്കെ ഓരോന്നും കണ്ടുപിടിക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, എ എന്ന് പറയുന്നത് എത്രയാണ്? 110 ആണ് അല്ലേ. ഇനി ബി എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബിയുടെ ഓപ്പോസിറ്റുള്ള ഇത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം അല്ലേ. അഥവാ കോൺ QPA നമ്മളിങ്ങനെ പറയാം QPA. ഈ QPA എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് രണ്ടും കൂടെ എത്രയാണ്? 80 ഡിഗ്രിയാണ്. ഇത് 80 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 180യിൽ നിന്നും 80 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 100. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രിയാണ്. ഇനി ഇതെന്ന് പറയുന്നതിൻ്റെ എന്താണ്? ഇത് റൈറ്റ് കോൺ ആണ്, റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇതും എന്താണ്? ഇതും റൈറ്റ് ആംഗിൾ ആണ്. ഇതും 90 ഡിഗ്രിയാണ്. ഇനി അടുത്തത് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 180യിൽ നിന്നും 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 80 ഡിഗ്രി എന്ന് കിട്ടും. അടുത്തത് ഇതെന്താണ്? ഇത് റൈറ്റ് ആംഗിൾ ആണ്. ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെയും വരുന്ന റൈറ്റ് ആംഗിൾ ആണ്. ഇത് 90 ഡിഗ്രിയാണ്. ഇനി ഇതിവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി 70 ഡിഗ്രി ആണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇവിടുത്തെ ആംഗിൾ വേണമെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ആംഗിൾ എടുത്ത് എഴുതിയാലും മതി. ഓക്കെ, 110 ആയിരിക്കും. അപ്പോൾ ഇത്രയും ആംഗിൾസ് ആണ് അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പാരലലോഗ്രാംസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സമാന്തരമായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ജോഡികളുടെ പേരും കൂടെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. AP = FU, അതുപോലെ തന്നെ BQ = SD, RC = TU. ഓക്കെ, ഇത്രയും എന്താണ് അവിടെ പാരലൽ ജോഡികളായിട്ട് വരുന്നതാണ്. അത് പറയാൻ മറന്നുപോയതാണ്. ഇനി നമുക്ക് പിക്ചർ നോക്കാം. ഇവിടെ നോക്കൂ, ഇതെന്താണ്? ഇതൊരു ജോമെട്രിക്കൽ രൂപമാണ് അല്ലേ. So in this the blue horizontal lines and the green slanted lines are two pairs of parallel lines. ഇവിടെ ഈ നീല വരകളും ചെരിഞ്ഞ പച്ച വരകളും ഓരോ ജോഡി പാരലൽ ലൈൻസ് ആണ് അല്ലേ. If we erase the parts beyond the intersecting points, we get the four-sided pictures. ഇവിടെ നമ്മൾ ഇതൊക്കെ ഇറേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ പുറത്തേക്കുള്ളത് മൊത്തം ഇറേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത്തരത്തിലുള്ള ഒരു സാധനം കിട്ടും അല്ലേ. ഒരു ജോമെട്രിക്കൽ ഫിഗർ, ഒരു 4-sided ഫിഗർ നമുക്ക് കിട്ടും. ഇതേപോലെ കിട്ടും. ജനറലി ഓൾ 4-sided ഫിഗർ ഈസ് കോൾഡ് എ ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഓൾ ഫിഗേഴ്സ് ഷോൺ ബിലോ ആർ ക്വാഡ്രിലാറ്ററൽസ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളതൊക്കെ എന്താണ്? ചതുർഭുജങ്ങളാണ് അഥവാ ക്വാഡ്രിലാറ്റേഴ്സ് ആണ്. എ ക്വാഡ്രിലാറ്റർ lateral which each pair of opposite side parallel is called a parallelogram. അപ്പോൾ എന്താണ്? ഓരോ ജോഡി എതിർവശങ്ങളുള്ള സമാന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ക്വാഡ്രിലാറ്റേഴ്സിനെയാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ക്വാഡ്രിലാറ്റർ വി ഡ്രൂ ഈസ് എ പാരലലോഗ്രാം. അപ്പോൾ എന്താണ്? ആദ്യം നമ്മൾ വരച്ചിട്ടുള്ളത് അതിൽ പുറത്തേക്ക് എടുക്കുന്നതൊക്കെ നമ്മൾ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു പാരലലോഗ്രാം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്ന് പറയുന്ന ലൈൻ മാത്ത് എന്ന് പറയുന്ന ഒരു പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്യാൻ യു ഡ്രോ ദ പാരലലോഗ്രാം ഇൻ യുവർ നോട്ട്ബുക്ക് യൂസിങ് പ്രൊട്രാക്ടർ ഇൻസ്റ്റെഡ് ഓഫ് യുവർ സെറ്റ് സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയറിന് പകരമായിട്ട് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് ഇത് വരക്കാനാണ് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ 5 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ, 5 സെൻറ്റിമീറ്റർ വരക്കുക. ഇവിടെ പ്രൊട്രാക്ടറിൻ്റെ പോയിന്റ് വെക്കുക. ഓക്കെ,
അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ 50 ഡിഗ്രി ആണല്ലേ, അപ്പോൾ 50 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തുക. ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് 50 ഡിഗ്രി ഉണ്ടായിരിക്കും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ അത് 3 സെൻറ്റിമീറ്റർ നമ്മൾ കറക്റ്റായിട്ട് അളക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ പോയിന്റ് കിട്ടണം അല്ലേ, ഇത് കിട്ടിയാലാണ് നമുക്ക് അളക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുക, ഇങ്ങോട്ട് ഇത് നീട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന കോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും, ആ കോൺ മനസ്സിലായാലാണ് നമുക്ക് അവിടുത്തെ കോൺ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഈ കോൺ എന്ന് പറയുന്നത് ഈ കോണിൻ്റെ ഓപ്പോസിറ്റ് ആണ്, പാരലലായിട്ട് വരുന്നതാണ്, ഇത് 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് എത്രയാണ്, എന്ത് ചെയ്താൽ മതി, 180യിൽ നിന്നും നമ്മൾ 50 മൈനസ് ചെയ്യുക, എത്ര കിട്ടും, 130. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് 130 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 130 ഡിഗ്രി അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ 3 സെൻറ്റിമീറ്ററിൽ ഇത് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് ഓപ്പോസിറ്റും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രൂപം നിങ്ങൾക്ക് കിട്ടും. പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇറേസ് ചെയ്യുക. ഈ ഒരു രൂപം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇവിടെ ഇൻ വാട്ട് ഓൾവേസ് ക്യാൻ യു ഡ്രോ ഇറ്റ്, എന്താണ്, നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ വരച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഡ്രോ അതർ പാരലലോഗ്രാംസ് വിത്ത് ഡിഫറെൻറ്റ് ലെങ്ത്സ് ആൻഡ് ആംഗിൾസ്. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് ലെങ്ത്തും ആംഗിൾസും ഒക്കെ വെച്ചുകൊണ്ട് കൂടുതൽ പാരലലോഗ്രാംസ് ഒക്കെ നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടതാണ്. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഈസ് എ റൈറ്റ് ആംഗിൾ വാട്ട് വുഡ് ബി ദ പാരലലോഗ്രാം ബിക്കം. അപ്പോൾ ഇതെന്താണ്, നമുക്ക് റൈറ്റ് ആംഗിൾ ആണ് കിട്ടുക എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ലൈന് വരച്ചു, എന്നാൽ നമ്മൾ റൈറ്റ് ആംഗിളാണ് വരക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത് അല്ലേ, അഥവാ നമുക്കൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പോൾ പാരലലോഗ്രാം ബിക്കം എന്തായിട്ട് മാറും, റെക്റ്റാങ്കിൾ ആയിട്ട് മാറും, അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് മാറും. ഇനി നമുക്കിതിലെ അവസാനത്തെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഡ്രോ ദ പാരലലോഗ്രാം ഷോൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഒരു പാരലലോഗ്രാം ഒക്കെ നിങ്ങളുടെ അടുത്ത് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും ആംഗിൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യത്തെ നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം തന്നെ 4 സെൻറ്റിമീറ്റർ എടുത്ത് വരക്കാം. അതിനുശേഷം ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 70 ഡിഗ്രി അടയാളപ്പെടുത്തുക. എന്നിട്ട് അത് 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുത്ത് വരക്കാം. ഇനി നമുക്ക് കിട്ടേണ്ട ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 180യിൽ നിന്നും ഈ 70 ഡിഗ്രി മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും, 110 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 110 ആണ്. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക, 110 അടയാളപ്പെടുത്താം, 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരക്കുക. ഈ രണ്ട് ലൈൻസും കൂടെ നിങ്ങൾ യോജിപ്പിച്ചു കൊടുക്കാം. ഇനി അടുത്ത പിക്ചർ 5 സെൻറ്റിമീറ്റർ ആദ്യം വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് നിങ്ങൾ 120 അടയാളപ്പെടുത്തുക. ഈ 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഇവിടെ എത്രയാണ്, 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഈ കോണാണ് കിട്ടേണ്ടത്. നമുക്കറിയാം ഇതിങ്ങനെ നീട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കോൺ എന്ന് പറയുന്നത് 120 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ 180യിൽ നിന്നും 120 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും, 60 ഡിഗ്രി. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇവിടെ പ്രൊട്രാക്ടർ വയ്ക്കുക, 60 ഡിഗ്രി വരയ്ക്കുക, 3 സെൻറ്റിമീറ്റർ നീട്ടി വരച്ചു കൊടുക്കുക, രണ്ടും കൂടെ യോജിപ്പിച്ചു കൊടുക്കുക. അടുത്ത പിക്ചർ എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇവിടെയും കോൺ കൊടുത്തില്ല, ഇവിടെയും കോൺ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ഭാഗത്തെ കോൺ നമ്മൾ കണ്ടുപിടിക്കണം. ഈ കോണിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇത് എത്രയായിരിക്കും, അപ്പോൾ 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ കോൺ കിട്ടി, നിങ്ങളിവിടെ പ്രൊട്രാക്ടർ വെക്കുക, 50 ഡിഗ്രി എടുക്കുക, 2 സെൻറ്റിമീറ്റർ വരച്ചു കൊടുക്കുക. ഇനി ഈ കോണാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കറിയാം ഇവിടുത്തെ കോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതും 50 ആയിരിക്കും. അപ്പോൾ നമ്മൾ 180ൽ നിന്നും 50 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും, 130. അപ്പോൾ ഇവിടെ 130 ഡിഗ്രി ആയിരിക്കും, അതെടുത്ത് വരയ്ക്കുക. ഓക്കെ, പിന്നെ നമുക്കിവിടെ 50 ഡിഗ്രി അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമുക്കിത് കൂട്ടി യോജിപ്പിച്ച് കൊടുത്താൽ മതി. അടുത്ത പിക്ചർ നോക്കൂ. ഇവിടെ നമ്മൾ 3 സെൻറ്റിമീറ്റർ വരയ്ക്കാം. ഇവിടെ 2 കോണുകൾ നമുക്ക് അറിയില്ല, പക്ഷേ ഇവിടെ 140 തന്നിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കോൺ എന്ന് പറയുന്നത്. സോ ഇതും 140 ആയിരിക്കും. അപ്പോൾ ഈ 140 എടുത്തിട്ട് നിങ്ങളിത് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക, 3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ കോണാണ് അറിയേണ്ടത് അല്ലേ. ഈ കോണാണ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം ഇവിടുത്തെ കോൺ അറിയണം അല്ലേ. ഇവിടുത്തെ കോൺ നമുക്ക് അറിയണം. ഇവിടുത്തെ കോൺ അറിയണമെങ്കിൽ ഒന്നുകിൽ ഇവിടുത്തെ കോൺ അറിയണം, ഇതറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് നീട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് നീട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ കോൺ എത്രയായിരിക്കും, ഈ കോൺ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. ഇത് എത്രയാണ്, ഇത് 140 ആണ്. ടോട്ടൽ 180 ആണ്. 180ൽ നിന്നും 140 കുറക്കുക, എത്ര കിട്ടും, 40 ഡിഗ്രി. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ഇവിടെ വരുന്നത് 40 ഡിഗ്രിയാണ്. ഈ കോൺ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി എടുക്കുക, 3
3 സെൻറ്റിമീറ്റർ വരയ്ക്കുക, രണ്ടും കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ഈ രീതിയിൽ വേണം നിങ്ങളിത് വരക്കാൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള പാഠഭാഗമാണ്. കോണുകൾ ഏതൊക്കെയാണ്, കോണുകളുടെ തുക ഏതൊക്കെയാണ്, ഏതൊക്കെ ഓപ്പോസിറ്റ് കോണുകൾ വരുന്നുണ്ട്, ഏതൊക്കെയാണ് പാരലലോ വരുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 10th ചാപ്റ്റർ ആണ്. നമ്പർ റിലേഷൻസ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.